ഇന്ന് ഞാൻ എളുപ്പത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ഐറ്റം കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഓവനിലോ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മടി പിടിച്ചവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ റമദാനിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും അത് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ആണ് കേട്ടോ. വീട്ടിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫോ ചിക്കനോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനായിട്ട് എക്സ്ട്രാ ഉണ്ടാക്കിയതല്ല, അതൊക്കെ ഉള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പം മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം മൊസറല്ല ചീസും അതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ആകുമ്പോൾ ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞിട്ട് വരുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ നല്ല കാണാനും ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 8 ബ്രെഡാണ് നമുക്കിതിലേക്ക് വേണ്ടത്. താഴെ 4 മുകളിൽ 4 ആയിട്ട് അങ്ങനെ 8 ബ്രെഡാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ മയോണൈസൊക്കെ നമുക്കിപ്പോൾ ഈ ഇഫ്താർ സമയത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കി വെക്കാറുണ്ടാവും. അപ്പോൾ മയോണൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് ഉണ്ടാക്കുന്നൊരു പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാ 4 ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഞാൻ സ്ലൈസ്ഡ് ചീസാട്ടോ വെച്ച് കൊടുക്കുന്നത്. സ്ലൈസ്ഡ് ചീസ് ഒരു 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നെടുത്തപ്പോൾ ദാ ഇതുപോലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഈ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്തോളൂ. ഒരു പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റും കിട്ടും നമുക്ക്. എന്നിട്ട് ഞാൻ ഓവനിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. ഓവനില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനിൽ ഇറക്കി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം ഇഫ്താർ സമയത്തൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു 10 മിനിറ്റൊക്കെ മുമ്പ് ബേക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ കഴിക്കണം. എന്നാൽ ആ ചീസൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വലിഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുണ്ട്, നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും. ഈ ഒരു ഐറ്റത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. വീട്ടിലുള്ള തട്ടിക്കൂട്ട് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.